ഹലോ നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ മാങ്ങയൊന്നുമല്ല, അൽഫോൺസോ. ഓക്കെ, ഇന്ത്യാസ് പ്രൈഡ്. അൽഫോൺസോക്ക് എൻ്റെ റിവ്യൂ ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ ബെസ്റ്റ് അൽഫോൺസോ കിട്ടുന്നത് രത്നഗിരി, അതുപോലെ ദേവ്ഗഡ്. രത്നഗിരി അൽഫോൺസോ, ദേവ്ഗഡ് അൽഫോൺസോ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഈ ഫ്ലേവർ സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് നമ്മുടെ ഫ്രൂട്ടിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം. പിന്നെ ഷെൽഫ് ലൈഫ് നല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊമേഴ്ഷ്യലി ചെയ്യുന്ന സാധനം, വേൾഡിൽ മൊത്തം ഒരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സാധനമാണ് ഇത്. അപ്പം ഇതിന് മോശം പറയാൻ വേണ്ടിയിട്ടല്ല. ഞാൻ റീസെൻ്റ്ലി കുറച്ച് വീഡിയോസൊക്കെ കണ്ടിരുന്നു. ഓക്കെ, ഇതാ അടുത്തും കട്ട് ചെയ്ത് നോക്കാം. അതിലൊക്കെ പലരും പറയുന്നുണ്ട് വേൾഡ് നമ്പർ 1 മാംഗോ, ഇത് വേൾഡ് 5ാമത്തെ മാംഗോ, അങ്ങനെ പല വാദങ്ങളൊക്കെ കേട്ടു. അപ്പം അതിനോടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വേൾഡിലെ നമ്പർ 1, നമ്പർ 2, നമ്പർ 5 അങ്ങനെ മാങ്ങയ്ക്ക് ഒരു ലിസ്റ്റ് ഒന്നുമില്ല. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു 5 എണ്ണം ആവില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. മനസ്സിലായോ? അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പം നമ്മൾ അൽഫോൺസെ വേൾഡ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും അംഗീകരിച്ചോളൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ട് മാങ്ങകൾ, അങ്ങനെ ബേസിക്കലി ഒരു ലിസ്റ്റ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മാങ്ങകൾ മേടിക്കാതിരിക്കുക. പിന്നെ അൽഫോൺസോ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പുളിയാണെന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തൊന്ന് കഴിച്ചോട്ടെ. അടിപൊളി, നല്ല മാങ്ങയാണ് അൽഫോൺസോ. അൽഫോൺസോക്ക് എൻ്റെ റിവ്യൂ ഒന്നും വേണ്ട. ഓക്കെ, അൽഫോൺസോന്റെ റിവ്യൂ പറയാൻ കൂടിയല്ല. പലതിലും കണ്ടു ഇതാണ് വേൾഡ് നമ്പർ 1, നാംഡോക്കിമായി വേൾഡ് നമ്പർ 5, അങ്ങനെ പല വീഡിയോസും ഞാൻ കണ്ടു. അങ്ങനെ വേൾഡിൽ മാങ്ങയ്ക്ക് റാങ്കിങ്ങിന് ഒരു ലിസ്റ്റ് ഇല്ല. അതും ജസ്റ്റ് പറയാനാണ്. ചിലർക്ക്, എനിക്ക് പറയുമ്പം ഇത് എൻ്റെ നമ്പർ 1 അല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഒന്ന് മല്ലികയാണ്, അത് കഴിഞ്ഞാൽ കാലാപ്പാടി, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവും. മനസ്സിലായോ? അപ്പം ഇത് ഓരോരുത്തർക്ക് ആപേക്ഷികമാണ്. നമുക്ക് ശരിക്കും നല്ല ഹെവി ഫ്ലേവറുള്ള മാങ്ങകളോടാണ് നമുക്ക് താല്പര്യം. ഇന്ത്യൻസിന് നേരെ കുറച്ച് പുറത്ത് ഫ്ലോറിഡ അവരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ സ്പൈസി നേച്ചറും ഭയങ്കര ഫ്ലേവറൊന്നും അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ നാംഡോക്കിമായൊക്കെ വൈഡ്ലി ഭയങ്കരമായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നതും ആക്സെപ്റ്റ് ചെയ്യുന്നതും. കാരണം അത് നല്ല മധുരം ഉണ്ടായാൽ മതി. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്പർ 1 ആയിക്കൊള്ളുന്നില്ല. മനസ്സിലായോ? അടിപൊളി. അപ്പം അൽഫോൺസ നല്ല മാങ്ങയാണ്, മോശമല്ല. ഇന്ത്യാസ് പ്രൈഡ് തന്നെയാണ്. എവിടെ പോയി കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ മാങ്ങയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന മാങ്ങയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന മാങ്ങയാണ്. നല്ല ഷെൽഫ് ലൈഫുള്ള മാങ്ങയാണ്. ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് വേൾഡിലെ ഒരു ലിസ്റ്റ് ഉണ്ട്, ഇത് വേൾഡ് നമ്പർ 1 ആണെന്നൊന്നും പറയരുത്. അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അവനവന് ഇഷ്ടപ്പെട്ട മാങ്ങകൾ വെക്കാം. ഓക്കെ, അപ്പം ഇത്രേ പറയാനുള്ളൂ. ഗുഡ് ഡേ ഗൈസ്.